ഗുഡ് മോർണിംഗ് ഓൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് എൻ നമ്പേഴ്സ് ഓർ ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബൈ ദ യൂസർ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പ്രോഗ്രാം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് ഫസ്റ്റ് എൻ നമ്പേഴ്സ് അല്ലേ? ഫസ്റ്റ് എൻ നമ്പേഴ്സ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഫസ്റ്റ് എൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് ഫസ്റ്റ് എൻ നമ്പേഴ്സ് എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ആവറേജ് ഓഫ് എൻ നമ്പേഴ്സ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു റാൻഡം സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. സോ ഇപ്പം എന്നിൻ്റെ നമ്പർ ഇവിടെയും നമുക്ക് എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് 1 മുതൽ 3 അല്ല, എൻ നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അതൊരിക്കലും 1 മുതൽ 3 ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി എനി നമ്പേഴ്സ്, ഇറ്റ് ക്യാൻ ബി എ റാൻഡം നമ്പർ. അതിൻ്റെ കൗണ്ട് മാത്രം എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എൻ എക്സാമ്പിൾ, സപ്പോസ് ഐ വോണ്ട് ടു ആഡ് 10, 5 and 2. ഇങ്ങനൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. എങ്ങനെയാണ്? 3 നമ്പേഴ്സ്, യൂസർ തന്നിരിക്കുന്ന ഏത് 3 നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. കുഴപ്പമില്ലല്ലോ. ഒരു 3 നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ലിസ്റ്റിനകത്തുള്ള നമ്പേഴ്സ് എന്ന് പറയാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കളക്ഷനകത്തുള്ള നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എനി നമ്പർ. അതേസമയം തൊട്ട് മുന്നേ ഉള്ള എക്സാമ്പിളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്ത് എന്തായിരുന്നു? നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നമ്പേഴ്സ് അവിടെ സ്പെസിഫിക് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഫസ്റ്റ് എൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള ഒരു കോണ്ടെക്സ്റ്റൽ ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസിൽ ഇതിന് മുന്നേ നമ്മൾ പഠിച്ച പ്രോബ്ലത്തിലെല്ലാം എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് എല്ലാം ആ കറക്റ്റായിട്ടുള്ള ആ ഒരു നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൽ സെറ്റ് ആവുന്ന വാല്യൂസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസർ എപ്പോൾ ഓരോ നമ്പേഴ്സ് തരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു സമ്മേഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന നമ്പേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. കുഴപ്പമില്ലല്ലോ. സോ ഇവിടുത്തെ ഈ ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച മെത്തേഡ് എങ്ങനെയായിരുന്നു? നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വേണം. എവിടെ വരെയാണ്? ഞാൻ 3 ആയിട്ടാണ് എടുക്കുന്നത് വിചാരിക്കുക, എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്ത് പറയും ഇൻപുട്ട് ദ മാക്സിമം നമ്പർ, അല്ലെങ്കിൽ ഇൻപുട്ട് ദ ലിമിറ്റ് എന്ന് നമ്മൾ പറയും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലിമിറ്റാണ് എൻ. ആ ലിമിറ്റ് വാല്യൂവിനെ സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിളാണ് 3. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട എന്താണ്? യൂസർ എന്തിൻ്റെ വാല്യൂ തരണം? എന്നിൻ്റെ വാല്യൂ തരണം. ആ എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 3 നമ്പേഴ്സിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എടുക്കും. അപ്പോൾ ഐ എന്നുള്ളൊരു വേരിയബിൾ എടുത്തു. ഐ ഇൻ റേഞ്ച് നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് പറഞ്ഞു കൊടുക്കാം. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 നമ്പേഴ്സ് വരും. അപ്പോൾ നമുക്ക് ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അപ്പോൾ നമുക്കത് വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം? ഫോർ ഐ ഇൻ റേഞ്ച് നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 1 മുതൽ 3 വരെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് കൊടുക്കാം? 1 to 4 വരെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സമ്മിലേക്ക് ഈ ഓരോ ഐ വാല്യൂസിനെയും കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യും. സോ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫൈനൽ സം കിട്ടും. ഇനി ആ സമ്മിനകത്തുനിന്ന് പുറത്തിറങ്ങി നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കൗണ്ട് വെച്ചിട്ട് സമ്മിനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഓക്കെ, സോ ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര നമ്പർ ഉണ്ടെന്നുള്ളത് എന്നിലുണ്ട്. സോ എൻ കൊടുത്താൽ മതി അല്ലേ? സം ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ എൻ. ഇതായിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രോഗ്രാം. ഇനി ആ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ചേഞ്ച് വരുത്താൻ പോവാണ്. എങ്ങനെ ചേഞ്ച് വരുത്താൻ പോവാണ്? യൂസർ തരുന്ന ഏത് നമ്പർ തന്നാലും ആ കൗണ്ടിന് അത്രയും കൗണ്ട് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? സം ആൻഡ് ആവറേജ് ഓഫ് എൻ നമ്പേഴ്സ്. എൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അറിയില്ല എൻ എന്താണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ റിസീവ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യണം? യൂസർ തരണം എന്നിൻ്റെ വാല്യൂ. ആരുടെ വാല്യൂ ആണ്? എന്നിൻ്റെ വാല്യൂ. ഓക്കെ, സോ യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് എൻ ആണല്ലോ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ n = 3 ആണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 3 തവണ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ നമ്പേഴ്സിനെ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യണം. എത്ര തവണയാണ്? 3 തവണ 3 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യണം. ആ വരുന്ന ഓരോ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സമ്മിലേക്ക് ആഡ് ചെയ്യണം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ സപ്പോസ് ഞാൻ നം എന്നുള്ളൊരു വേരിയബിളിനകത്താണ് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിനെ എടുത്ത് വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എവിടെ വരും? നമ്മിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ആ നമ്പറിനെയാണ് നമുക്കിനി എന്ത് ചെയ്യേണ്ടത്? സമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആണോ കൊടുക്കേണ്ടത്?
ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന വാല്യൂ വേണം നമ്മൾ സമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് 10 ആണ്. അടുത്ത തവണ സമ്മിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഓൾറെഡി ഉള്ള സമ്മിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 5 ആണ് ആഡ് ചെയ്യേണ്ടത്. അടുത്ത തവണ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്? യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആയിട്ടുള്ള 2 ആണ് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വാല്യൂവിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് ഏത് വേരിയബിളിലാണ്? നമ്മിലാണ്. എവിടെയാണ് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്? നമ്മിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ ബേസ്ഡ് ഓൺ നമ്മാണ് നമുക്കിനി എന്ത് ചെയ്യേണ്ടത്? മീൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആണോ? ആക്ച്വലി വരുന്ന ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്? നമ്മിലാണ്. സോ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് നം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്ത് ഓരോ തവണ ഇൻപുട്ടും ചോദിക്കണം. ഒറ്റ തവണ ഇൻപുട്ട് ചെയ്തുകൊണ്ട് 3 വാല്യൂ നമ്മുടെ കയ്യിലെത്തുമോ? ഇല്ല. സോ ഇവിടെ ഇൻപുട്ട് നമുക്ക് എന്താണ്? റിപ്പീറ്റഡ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ സം കണ്ടെത്തുന്ന പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടതാണ്? റിപ്പീറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം? ലൂപ്പിനകത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ 4 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ ഐ ഇൻ റേഞ്ച്. ഓക്കെ, റേഞ്ചിനകത്ത് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ഐയുടെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്? എന്നിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും തവണ വേണം ഈ ലൂപ്പ് വർക്ക് ചെയ്യാൻ. ഓക്കെ, സോ ഫോർ ഐ ഇൻ റേഞ്ച് എൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഈ ഒരു ലൂപ്പ് 3 ടൈംസ് വർക്ക് ചെയ്യും. അത് 0 മുതൽ 1, 2 വരെയുള്ള വാല്യൂസ് വെച്ചിട്ടായിരിക്കും. അതിന് നമുക്ക് ഈ ഒരു ആൻസർ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കൊരു എത്ര തവണ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സും സം കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? ഈ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ സെറ്റ് ചെയ്ത് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നത്, നമ്മളല്ലെങ്കിൽ മീൻസ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് ഒരു ഫുൾ ഓൺ പ്രോഗ്രാം ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്കിവിടെ വേണ്ട വാല്യൂ എന്താണ്? എൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. നമ്മിലേക്കുള്ള വാല്യൂസും യൂസറാണ് തരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് എന്നിൻ്റെ വാല്യൂ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. സോ എൻ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്ത് പറയുന്നു ഇൻപുട്ട് ചെയ്യാൻ പറയും. എന്താ ഇൻപുട്ട് ചെയ്യുന്നത്? എത്ര നമ്പേഴ്സാണ് കൗണ്ട് ആഡ് ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ദ ലിമിറ്റ്, അല്ലെങ്കിൽ എൻ്റെ ദ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ടോട്ടൽ കൗണ്ട് ഓഫ് നമ്പേഴ്സ് ടു ബി ആഡഡ്. ഞാൻ ചുമ്മാ ലിമിറ്റ് എന്ന് പറയട്ടെ. എൻ്ററിൽ ഇതിൽ ഇൻപുട്ടിൽ ഞാൻ എന്ത് പറയും? എൻ്റെ ദ ലിമിറ്റ്. എൻ്റെ ദ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എൻ്റെ ദ കൗണ്ട്. ലിമിറ്റ് എന്നോ അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കൗണ്ട് ഓഫ് നമ്പേഴ്സ്. ആ കൗണ്ടിൻ്റെ അത്രയും നമ്പേഴ്സാണ്, ആ കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്ര നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യണം, ആ നമ്പേഴ്സിനെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിജറാണ്, നമുക്കൊരു നമ്പറാണ്, ഒരു കൗണ്ടാണ് വരുന്നത്. സോ നമുക്കതിന് എങ്ങനെ കൊടുക്കാം? ഇൻറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ എന്നിലുണ്ട് എത്ര നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടതുള്ളത്. സോ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 നമ്പേഴ്സ് യൂസർ തരും. എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 10 നമ്പേഴ്സ് യൂസർ തരും. എന്നിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ 100 നമ്പേഴ്സ് യൂസർ തരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്പർ ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്താ വേണ്ടത്? നമുക്ക് ഇത്രയും നമ്പേഴ്സ്, അല്ലെങ്കിൽ 5 നമ്പർ വരുന്നുണ്ട്, 10 നമ്പർ വരുന്നുണ്ട്, അല്ലെങ്കിൽ 100 നമ്പർ വരുന്നുണ്ട് എന്നുള്ളൊരു വാല്യൂ നമ്മൾ എന്നിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യണം? നമ്പേഴ്സിനെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കണം. ഈ നമ്പർ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ ചെയ്താൽ മതിയോ? 2 തവണ ചെയ്താൽ മതിയോ? എത്ര തവണ ചെയ്യണം? എന്നിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും തവണ എന്ത് ചെയ്യണം? യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് വാങ്ങിക്കണം. ആ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ അപ്പം തന്നെ എടുത്ത് എന്ത് ചെയ്യണം? സമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. വേണ്ടേ? അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിനി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എഴുതാമല്ലോ. എന്ത് കൊടുക്കണം? ഇൻറ്റ് ഓഫ് എന്ത് കൊടുക്കാം? ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ടിൽ എൻ്റർ ദ നമ്പർ. ഓക്കെ, എൻ്റർ ദ നമ്പർ അല്ലേ? അപ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഓരോ നമ്പറും നമ്മൾ റിസീവ് ചെയ്യാൻ പോവുകയാണ്. അതൊരു നമ്പർ ആയതുകൊണ്ട് നമ്മളതിനെ ഇൻറ്റാക്കി മാറ്റി നമ്മളെവിടെ സ്റ്റോർ ചെയ്തു? നം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഇപ്പോൾ എവിടെ വരും? നമ്മിൽ വരും. ഇനി നമുക്ക് എന്ത് വേണം? ഓരോ തവണ ഇൻപുട്ട് ചെയ്യുമ്പോഴും കിട്ടുന്ന നമ്പറിനെ നമുക്ക് ആരുടെ കയ്യിലേക്ക് കൊടുക്കണം? സമ്മിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. സോ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് നം കൊടുക്കാം. ഓക്കെ, സോ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് നം. ഇനി ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സും സം കണ്ടുപിടിക്കുന്ന പ്രോസസ്സും ഒരു തവണ ചെയ്താൽ മതിയോ? 2 തവണ ചെയ്താൽ മതിയോ? എത്ര തവണ ചെയ്യണം? n ടൈംസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഫോർ ഐ ഇൻ റേഞ്ച് എന്ത് കൊടുക്കാം? എത്ര വരെ പോകണം? n ടൈംസ് ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യണം. എത്ര ടൈംസ് വർക്ക് ചെയ്യണം? n ടൈംസ് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ലൂപ്പ് n ടൈംസ് വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ സമ്മേറ്റഡ് വാല്യൂ എവിടെ കിട്ടും? സമ്മിൽ കിട്ടും. ഓക്കെ, അപ്പോൾ സമ്മിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വേണ്ട നമുക്ക് എന്ത് ചെയ്യാം? സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. അതിന് പിന്നെ നമുക്ക് എന്തായിരുന്നു ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്? സമ്മും ആവറേജും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം പ്രിൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആവറേജ് കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യാം. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് ഇസ് ഈക്വൽ ടു എന്താണ്? സം ബൈ എന്നിൻ്റെ കൗണ്ടാണ്. ആവറേജ് ഇസ് ഈക്വൽ ടു
സം ബൈ എൻ അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം ലിമിറ്റാണ്, എത്ര നമ്പർ വരുന്നുള്ളതിൻ്റെ കൗണ്ടാണ് എൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഈ രണ്ട് കമ്പ്യൂട്ടേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സമ്മിൻ്റെ വാല്യൂ ആവറേജിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. സോ ഞങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻറ്റ് സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുവാണ്. സോ കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ ഇട്ടു, വേരിയബിളിൻ്റെ പേര് കൊടുത്തു സമ്ന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വീണ്ടും പ്രിൻറ്റ് ചെയ്യണം. എന്താണ് വേണ്ടത്, ആവറേജ് അല്ലേ. സോ ആവറേജ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ആവറേജിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം, AVG. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, സമ്മും പ്രിൻറ്റ് ചെയ്തു, ആവറേജും പ്രിൻറ്റ് ചെയ്തു. കുഴപ്പമില്ലല്ലോ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്ക് വേണമെങ്കിൽ സമ്മിൻ്റെ വാല്യൂ 0 ആക്കണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഈ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലൂപ്പിനകത്ത് വെച്ച് സമ്മിൻ്റെ വാല്യൂ ഒന്ന് 0 ആക്കിയേക്കരുത്. സം = 0 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. നോർമൽ കോഡിൽ സം = 0 എന്ന് കൊടുത്തില്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഞാനിപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിൻ്റെ വാല്യൂ 3 ആയിട്ടാണ് ഞാൻ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് എൻ്റർ ദ കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ എന്ത് കൊടുത്തു, എന്നിൻ്റെ വാല്യൂ 3 എന്ന് പറഞ്ഞു കൊടുത്തു. സോ അപ്പോൾ എന്ത് ചെയ്തു, എന്നിലേക്ക് 3 എന്നുള്ള വാല്യൂ വന്നു. സമ്മിൻ്റെ വാല്യൂ എന്താക്കി മാറ്റി, 0 ആക്കി മാറ്റി. സോ സമ്മിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്താണ്, 0 ആണ്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ലൂപ്പിലേക്ക് കയറി. അവിടെ ഒരു വേരിയബിൾ ഉണ്ട്, അത് വേരിയബിളിൻ്റെ പേരെന്താണ്, ഐ എന്നാണ് വേരിയബിളിൻ്റെ പേര്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഐ ഇൻ റേഞ്ച് n കൊടുത്തു. അപ്പോൾ ഐയിൽ ആദ്യം സെറ്റ് ആവുന്ന വാല്യൂ എന്തായിരിക്കും, ഐയിൽ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, 0 വരണം, 1 വരണം, 2 വരണം അല്ലേ. ഇപ്പോൾ ഐയിൽ ആദ്യം സെറ്റ് ആവുന്ന വാല്യൂ എന്താണ്, 0 ആണ്. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഐയിലേക്ക് ഫസ്റ്റ് സെറ്റ് ആവുന്ന വാല്യൂ എന്താണ്, 0 സെറ്റ് ആവും. ആ 0 വാല്യൂ ആയിട്ട് നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ ചെയ്യുന്ന എന്താണ്, നമ്മിലേക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ സപ്പോസ് ഞാൻ ആദ്യം കൊടുക്കുന്ന വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മിലേക്ക് വരുന്ന വാല്യൂ എന്താണ്, 10 വരും. ആ സമയത്ത് തന്നെ നമ്മൾ സമ്മിനകത്തേക്ക് വാല്യൂ കൊടുക്കണം. സോ സം = ഓൾറെഡി ഉള്ള സമ്മിൻ്റെ വാല്യൂ ആയ 0 പ്ലസ് പുതുതായിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 10 വരും. സോ ഫൈനലി സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫൈനൽ സം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 10 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയോ, ഇല്ല. ഈ ലൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഒരു ഐട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഐട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയി റേഞ്ചിലെത്തും. റേഞ്ച് വഴി എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്തായി മാറും, 0യിൽ നിന്ന് മാറി 1 ആയി മാറും. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറും, ലൂപ്പിനകത്തേക്ക്. ഓക്കെ, നമുക്ക് 2 വരെയാണ് പോകേണ്ടത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അകത്തേക്ക് കയറിയിട്ട് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയും. സോ നമ്മിലേക്ക് ഞാനിപ്പോൾ കൊടുക്കുന്ന വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി മാറും, ഓൾറെഡി ഉള്ള സമ്മിൻ്റെ വാല്യൂ ആയിട്ടുള്ള 10 പ്ലസ് പുതുതായിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള നമ്മിൻ്റെ വാല്യൂ, വാട്ട് ഇസ് ദാറ്റ്, 5. 10 + 5 15 എന്നുള്ള വാല്യൂ ഇപ്പോൾ എവിടേക്ക് വരും, സമ്മിലേക്ക് വരും. ഓക്കെ, ഈ ലൂപ്പ് കഴിഞ്ഞോ, ലൂപ്പിനകത്ത് തന്നെ നമ്മൾ നിൽക്കുവാണ്. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി പോകണമെങ്കിൽ ഐയുടെ വാല്യൂ 2 വരെ ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ വീണ്ടും ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ റേഞ്ച് വഴി ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഐയുടെ വാല്യൂ 2 ആയിരിക്കും. സോ ഐയുടെ വാല്യൂ 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അകത്തേക്ക് കയറും. ലൂപ്പിനകത്തേക്ക് കയറുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മിലേക്ക് ഒരു വാല്യൂവിനെ ഇൻപുട്ട് ചെയ്യിക്കും. സോ നമ്മിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സം = സം പ്ലസ് നം ആണ്. സോ 15 ആണ് ഓൾറെഡി ഉള്ള സമ്മിൻ്റെ വാല്യൂ, പ്ലസ് 2 നമ്മൾ ഇൻപുട്ട് ചെയ്യും. സോ നമ്മുടെ സമ്മിൻ്റെ വാല്യൂ എന്തായി മാറും, 17 ആയി മാറും. സോ സമ്മിൻ്റെ വാല്യൂ എന്തായി മാറി, 17 ആയി മാറി. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ എന്തായി മാറി, 3 ആയി മാറും. ഐയുടെ വാല്യൂ 2 ആയിട്ട് നമ്മൾ മേളിലോട്ട് ചെല്ലും. മേളിലോട്ട് ചെല്ലുന്ന സമയത്ത് റേഞ്ച് വഴി നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട വാല്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിനി എന്ത് ചെയ്യില്ല, നമ്മൾ അകത്തേക്ക് ലൂപ്പിനകത്തേക്ക് നമ്മൾ കയറില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ആവറേജ് ആണ്. സോ ആവറേജ് നമ്മൾ കമ്പ്യൂട്ടേഷനിലേക്ക് പോകും. ആവറേജ് = ഇപ്പോൾ പ്രസൻറ്റ് സമ്മിലെ വാല്യൂ എന്താണ്, 17 ഡിവൈഡഡ് ബൈ എന്നിലെ വാല്യൂ എന്താണ്, എന്നിൽ ഇപ്പോൾ ടോട്ടൽ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്താണ്, 3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, 17/3 ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 6 പോയിൻറ്റ് സംതിങ് കിട്ടും. പക്ഷേ ഇതൊരു ന്യൂമറിക്കൽ ഡിവിഷൻ, 6 അല്ല, 15 5 അല്ലേ. സോ 5 × 3 = 15. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 5 പോയിൻറ്റ് സംതിങ് കിട്ടും. പക്ഷേ ഇത് നോർമൽ ഡിവിഷൻ ആയതുകൊണ്ട് നമുക്ക് ഫ്ലോട്ട് വാല്യൂ കിട്ടില്ല. ഫ്ലോട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആവറേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അറൗണ്ട് 5 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആവറേജിലേക്ക് നമുക്ക് വരുന്നത്, ഇൻറ്റീജർ ഡിവിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ആവറേജിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, സമ്മിൻ്റെ വാല്യൂ ആവറേജിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ഔട്ട് ചെയ്യിക്കണം. സോ അതുകൊണ്ട് സമ്മിൻ്റെ വാല്യൂ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. സോ പ്രിൻറ്റ് വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സം ഈസ് 17 എന്നും ആവറേജ് ഈസ് 5 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ വാല്യൂ നമുക്ക് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് n നമ്പേഴ്സ്. റാൻഡം നമ്പേഴ്സ് ആയിരിക്കും, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബൈ ദ യൂസർ. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇത് പ്രോഗ്രാം പഠിച്ചോണം. ഓക്കെ.